ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ രാവിലെ തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് കേട്ടോ. ഇന്നത്തെ ഒരു ഡേയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതാ കുറേ ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരു ഇളം വെയിൽ കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇത് രാവിലെ തന്നെ നല്ല തണുപ്പായതുകൊണ്ട് ഒരു ചൂട് കട്ടൻ കാപ്പി കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നും പതിവുള്ള കാര്യമൊന്നുമല്ലേ ഈ കട്ടൻ കാപ്പി കുടിക്കൽ. അപ്പോൾ ഇന്ന് ഒന്നാമത് നല്ല തണുപ്പുണ്ട്, പിന്നെ വീഡിയോയും കൂടെ എടുക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കിയതാണ് കേട്ടോ. കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സാമ്പാർ ഉണ്ടാക്കാമെന്ന്. പക്ഷേ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ തീർന്നായിരുന്നു. ഏകദേശം ഞാൻ എല്ലാ ദിവസവും, അതായത് എല്ലാ ആഴ്ചയിലുമാണ് ഗ്രോസറി ഷോപ്പിങ്ങും പച്ചക്കറികൾ വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഏകദേശം വെള്ളി ശനിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് പച്ചക്കറികളൊക്കെ തീരും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എനിക്കൊരു മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് മാത്രമേ വിചാരിച്ചു. അപ്പോൾ ആദ്യം മാവ് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. തണുപ്പായതുകൊണ്ട് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആട്ടോ ഇപ്പം. പിന്നെ പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പാത്രവും വെച്ചു. അപ്പോൾ പാല് ഞാൻ മൊത്തത്തിൽ ചൂടാക്കിയിട്ട് അതിന്ന് നെയ്യ് എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് നെയ്യ് മേടിക്കലേ ഇല്ല കേട്ടോ. അങ്ങനെയുണ്ട്. കാരണം നമ്മൾ 1 ലിറ്റർ പാല് ഡെയിലി മേടിക്കുമ്പം അതിന്ന് നമുക്ക് ഒരു 3-4 മാസം കൂടുമ്പോൾ ഞാൻ നെയ്യ് ഉണ്ടാക്കും കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ നെയ്യ് ഉണ്ടാവും. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യും കിട്ടുമല്ലോ, മായമൊന്നും ഇല്ലാത്ത നെയ്യും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുഞ്ഞിന് കൊടുക്കാനൊക്കെ നെയ്യ് ഇങ്ങനെയാണ് കൂടുതൽ ഉണ്ടാക്കാറ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പാലിൽ നിന്ന് നെയ്യൊക്കെ മാറ്റി ഇസക്കുട്ടിക്കുള്ള പാല് ആദ്യം അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയിലേക്ക് ചായ ഉണ്ടാക്കി. ചായക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായി വന്നായിരുന്നേ. കുഴപ്പമില്ലായിരുന്നു, ഒത്തിരി അങ്ങ് പൊളിച്ച് പൊന്തിയില്ലെങ്കിലും ഇഡ്ഡലി സോഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി അരച്ചു കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ട ചമ്മന്തിയാണ് അരച്ചത്. എനിക്ക് ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. ഇച്ചാന് ഇഡ്ഡലി എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്, ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിനും ഇഷ്ടമാണ്, ഇഡ്ഡലി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ വേഗം ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്ന് എല്ലാവരും കൂടെ കൂടുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഉച്ച കഴിഞ്ഞ് എല്ലാവരും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ ഇതാ നല്ല ചോക്ലേറ്റിൻ്റെ സോനാപ്പപ്പടി കൊണ്ടുവന്നു. സോനാപ്പപ്പടിയും അലുവയും ലേസും അങ്ങനെ കുറേ സാധനം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുവാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ വൈകുന്നേരത്തേക്കുള്ള ചായൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഓൾറെഡി പഴംപൊരിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ ആക്കി വെച്ചായിരുന്നു. പിന്നെ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പഴം അത്ര നന്നായിട്ട് പഴുത്തതല്ലായിരുന്നു. നല്ല പഴുത്ത പഴമാണല്ലോ നമ്മൾ പഴംപൊരിക്ക് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം പിന്നെ ഉള്ള പഴം വെച്ച് ഉണ്ടാക്കിയിട്ട് എന്നാലും നല്ലതായിരുന്നു. മാവ് നമ്മൾ നേരത്തെ കലക്കി വെച്ചതുകൊണ്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് പ്രത്യേക ഒരു രുചി കൂടുതലാണല്ലോ. അപ്പോൾ വേഗം എല്ലാവർക്കും വേണ്ട പഴംപൊരിക്ക് ഉണ്ടാക്കി ഞങ്ങൾ ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ തുടങ്ങി. രാവിലത്തെ ഒരു വെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും മഴ തുടങ്ങി. അപ്പം ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നാട്ടോ നമ്മുടെ പ്ലാനിങ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ അവിടെ ബിരിയാണിക്ക് വേണ്ട പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പം നമ്മൾ ഓൾറെഡി സത്യം പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാനല്ല വിചാരിച്ചത്. അതുകൊണ്ട് ബീഫൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചത്. പിന്നെ അത് വെച്ചിട്ടങ്ങ് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സവാള തികയാതെ വന്നു. പിന്നെ വേഗം പോയി അടുത്ത കടയിൽ പോയി കുറച്ച് സവാളയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. നമ്മളെ ബീഫിലേക്ക് എല്ലാ മസാലയും മല്ലിയില, പുതിനയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചതെല്ലാം കൂടെയൊക്കെ ഇട്ട് നമ്മളതങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ അതേസമയം നമ്മൾ മസാലയും കൂടെ വേഗം വഴറ്റിയെടുത്തു. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ബീഫ് ബിരിയാണിക്ക്. ഞാൻ നോർമലി ഉണ്ടാക്കുന്നത് പോലെയല്ല ഈ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയത്, കുറച്ചുകൂടെ വേറെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അതേസമയത്ത് തന്നെ മസാലയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയി. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെന്ത് വന്ന ബീഫ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇസക്കുട്ടി അവിടെ നല്ല കളിയാട്ടോ. ഇസക്ക് ചേട്ടനെ കിട്ടിയപ്പം കുട്ടികളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇസക്ക് പിന്നെ വേറെ ആരും വേണ്ട കേട്ടോ. അപ്പോൾ ഇസ അവിടെ ഡാൻസും സാരി ഉടുത്തൊക്കെ നല്ല കളിയായിരുന്നേ.
അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇനി റൈസും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. റൈസും കൂടെ ആയാൽ മതി കേട്ടോ. ഹിസൈദ് അവിടെ സാരി കൊടുത്ത് കളിയാണേ. അപ്പോൾ ഇവർക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കടയിൽ എന്തെങ്കിലും ഉടുപ്പൊക്കെ മേടിക്കാൻ പോയാൽ ചെല്ലുന്നതേ പറയും അമ്മ എനിക്ക് സാരി മതിയെന്ന് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡിയാണ്. ഇന്ന് റൈസിനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഈ പാത്രം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിറച്ച് സ്റ്റിക്കറായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ സ്റ്റിക്കർ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം ചൂടാക്കിയാൽ പെട്ടെന്ന് ആ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പക്ഷെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പോഴത്തേക്കും കറണ്ട് പോയി. പിന്നെ നമുക്ക് ലാസ്റ്റത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഫുള്ളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ സെർവ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ലേറ്റ് ആയിരുന്നു, കറണ്ട് പോയതുകൊണ്ട് കുറേ സമയം അങ്ങനെ പോയി. എന്നെ എല്ലാവരും കൂടെ തറയിൽ പായൊക്കെ വിരിച്ചിരുന്ന് ഞങ്ങൾ കഴിച്ചു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. അപ്പം നല്ല ഹാപ്പി ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷായി കുളിച്ച് കിടന്നുറങ്ങി കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.